ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡന്റ് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് ആയിരുന്നു. അതായത് കമ്പനിയുടെ അഡ്രസ്സ് എങ്ങനെയാണ് മാം ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതായത് കമ്പനിയുടെ അഡ്രസ്സ് മാറിയപ്പോൾ അത് എങ്ങനെയാണ് ടാലിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മളുടെ പ്ലേസ് നമ്മളൊന്ന് മാറ്റുന്ന സമയത്ത് നമ്മൾ പുതിയ അഡ്രസ്സിലേക്കാണല്ലോ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ പുതിയ അഡ്രസ്സിലാണല്ലോ പിന്നെ നമ്മളെ ബില്ല് അടിക്കുമ്പോൾ വരേണ്ടത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ്, കാരണം ഓൾറെഡി അത് ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പുതിയൊരു അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് ബില്ലിൽ വരിക, നമ്മളത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എന്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പൊ ഞാൻ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നെക്സ്റ്റ് ബാച്ച് വരുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ്. അപ്പോൾ ഒരു മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ. ഞാൻ എല്ലാ മാസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരെ എനിക്ക് മെയിൽ ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു കമ്പനി, SK ട്രേഡേഴ്സ് മറ്റുള്ള ഒരു കമ്പനി ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു കമ്പനിയുടെ അഡ്രസ്സ് എവിടെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ മുകളിലെ കമ്പനി എടുത്തു. ഇവിടെ നമുക്ക് ഓൾട്ടർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഓൾട്ടർ എടുത്ത് എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മെയിലിംഗ് നെയിമും അഡ്രസ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പുതിയൊരു ബില്ല് നമ്മൾ അടിക്കുകയാണ് ചെയ്യണത്. അതായത് നമുക്ക് ഇനി ബില്ല് ഇനി നമുക്ക് അഡ്രസ്സ്, ഈ ഒരു അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിവിടെ മുകളിലെ കമ്പനിയിൽ ക്ലിക്ക് ചെയ്തു. F11 ഫീച്ചർ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതേഴ്സ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും. ഈ ഒരു അതേഴ്സിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതേഴ്സിക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ എടുത്തു കഴിഞ്ഞെങ്കിൽ ഈ അതേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ കാണും എനേബിൾ മൾട്ടിപ്പിൾ അഡ്രസ്സസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ യെസ് കൊടുത്തു. ഇവിടെ എനേബിൾ മൾട്ടിപ്പിൾ അഡ്രസ്സസ് ഉണ്ട്. ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ യെസ് കൊടുത്താൽ പ്രൈമറി അഡ്രസ്സ്, നമ്മൾ ആദ്യത്തെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് കൊടുക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എന്നിട്ട് രണ്ടാമത്തെ അഡ്രസ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ രണ്ടാമത്തെ പേര് നമ്മളിവിടെ കൊടുത്തു, SK ട്രേഡേഴ്സിന് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് അഡ്രസ്സ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ MG റോഡ്, ആൽവ. എൻ്റർ അടിച്ചിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു വിൻഡോ സേവ് ചെയ്തു. ഇനി നമുക്ക് ഒരു സെയിൽസ് ഇൻവോയ്സിങ് നമുക്ക് ചെയ്യാം. നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഒരു സെയിൽസ് ഇൻവോയ്സിങ് എടുക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ പർട്ടിക്കുലേഴ്സിലെ സെയിൽസ് കൊടുത്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്കിവിടെ ഗോഡോൺ ചോദിക്കും. ഗോഡോൺ സെലക്ട് ചെയ്തിട്ടെടുത്തു. ക്വാണ്ടിറ്റി കൊടുത്തു. നമുക്ക് റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മുടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. പ്രിന്റ് പ്രിവ്യൂ നമുക്ക് എടുത്ത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ പ്രിന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ കറന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ എടുത്തു. ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് F4 അടിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ F4 അടിച്ചു. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഇവിടെ SK ട്രേഡേഴ്സ് MG റോഡ് എറണാകുളം തന്നെയാണ്. കാരണം ആദ്യത്തെ അഡ്രസ്സ് തന്നെയാണ് ഇവിടെ എപ്പോഴും വന്നിരിക്കുന്നത്. നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ആയിട്ടില്ല. അപ്പൊ അഡ്രസ്സ് ചേഞ്ച് ആണെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് പ്രിന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഗർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ഇവിടെ പ്രിവ്യൂയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കോൺഫിഗർ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാനുള്ളതാണ് ഈ കോൺഫിഗർ. ഇപ്പൊ ഇവിടെ കോൺഫിഗറിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു. കോൺഫിഗർ ക്ലിക്ക് ചെയ്തതിൽ ഇവിടെ നമുക്ക് ഷോ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇവിടെ ഷോ മോർ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒന്ന് താഴത്തേക്ക് വരാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കമ്പനി ഡീറ്റെയിൽസ് കൊണ്ട് കാണിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഷോ കമ്പനി അഡ്രസ് കൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ഓഫ് അഡ്രസ് ഉണ്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം.
അപ്പൊ ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് അഡ്രസ്സിൽ ഇപ്പൊ പ്രൈമറിയിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ആദ്യത്തെ അഡ്രസ്സ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ അഡ്രസ്സിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അവിടെ മാറ്റിയതുകൊണ്ട് കാര്യമില്ല, ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത്തത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, ഇത് കൺട്രോൾ അടിച്ചിട്ട് സേവ് ചെയ്തു, എന്നാലാണ് ആ സേവിങ് അവിടെ നമുക്ക് നടക്കുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രിവ്യൂ എടുത്ത് നോക്കാം. നമുക്ക് പ്രിവ്യൂ എടുത്ത് നോക്കി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും SK ട്രേഡേഴ്സ് MG റോഡ് ആലുവ എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.